ആര്യനോടും ജിസേലിനോടും വീട്ടുകാർ മുഴുവൻ പറയുന്നത് കേട്ടു. നിങ്ങൾ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം, അനീഷിനെ കൊണ്ട് പറയിപ്പിക്കണം, അതാണ് നിങ്ങളുടെ ഗെയിം, അതിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന കണ്ടു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, മുമ്പ് ഒരു റാങ്കിങ് ടാസ്കിൽ അനീഷിനെ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അന്ന് അനീഷ് എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അന്ന് ഈങ്കിള സിന്താബ വിളിക്കുന്നത് പോലെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്രാവശ്യം നേരെ തിരിച്ച് ഒന്നും മിണ്ടാണ്ട് ബിഗ് ബോസ് പോലും പറഞ്ഞിട്ട് കേൾക്കാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ബിഗ് ബോസ് പോലും പല ആവർത്തി പറഞ്ഞിട്ട് കേൾക്കാത്ത അനീഷിന് ഇവരെന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടത്? വീട്ടുകാർ പിന്നീട് വന്ന് അനീഷിനോട് സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അനീഷ് മിണ്ടുന്നില്ല. പക്ഷേ അനീഷ് മിണ്ടാണ്ടിരിക്കുന്നതല്ല ഇവരുടെ പ്രശ്നം. ഈ പറഞ്ഞ പോലെ ആര്യനും അതേപോലെ തന്നെ ജിസയിലും ഈ പറഞ്ഞ ഗെയിം ചെയ്യണം, അതായത് മുടി മുറിക്കണം. അതാണ് ഇവർക്ക് ആവശ്യം, അതല്ലാതെ 1000 പോയിന്റ് അല്ല, അല്ലാതെ വസ്ത്രമല്ല. അവർക്ക് വേണ്ടിയിട്ട്, അതായത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവർ മൊട്ടയടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇവർക്കില്ല. അതായത് ഏതെങ്കിലും നോമിനേഷൻ നിന്നും സേവ് ആവുമോ? ഇല്ല. ഇവർ നോമിനേറ്റ് ചെയ്യാതിരിക്കുമോ? ഇല്ല. പുറത്ത് ഒരുപാട് സപ്പോർട്ട് കിട്ടുമോ? ഇല്ല. ജസ്റ്റ് കുറച്ചും കൂടെ ആൾക്കാർ കൊള്ളാം, അടിപൊളിയായിട്ട് ഗെയിം ചെയ്തു എന്ന് പറയും, അല്ലെങ്കിൽ 1-2 പേരും കൂടെ അധികം കൂടുമായിരിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലേ? അതായത് ആര്യൻ എന്തായാലും എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ജിസേലിനാണെങ്കിൽ ഇനി ഒന്നും കിട്ടാനും പോകുന്നില്ല. ജിസേലിൻ്റെ പെട്ടിയൊക്കെ കയറ്റി വിട്ടു. അപ്പം പിന്നെ എന്തിനാണ് ഇവർ ടാസ്ക് ചെയ്യുന്നത്? അതിൻ്റെ ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ തന്നെയാണ് ആര്യനെയും ജിസേലിനെയും പലപ്പോഴും സെലക്ട് ചെയ്യുന്നത് പല ടാസ്ക് വരുമ്പോൾ. അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ഇപ്പോൾ പലവരും ആര്യനെയും ജിസേലിനെയും സെലക്ട് ചെയ്യും. കാരണം അവർ നന്നായിട്ട് ഗെയിം കളിക്കും, അതുകൊണ്ട് മാത്രം, അല്ലേ? അപ്പോൾ ഈ ഒരു ടാസ്കിൽ ഇവർക്ക് വേണ്ട രീതിയിൽ അത് പെർഫോം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇവർ വീക്കാണെന്ന് പറയുന്നത് ന്യായമില്ല.